മലനിരകളുടെ കാവലുള്ള കരിമ്പനകൾ തലയാട്ടുന്ന പാലക്കാടൻ മണ്ണിലെ ഏറ്റവും ചൈതന്യവത്തായ ഇടങ്ങളിലൊന്നാണ് മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം. വെറുമൊരു ആരാധനാലയം എന്നതിലുപരി പാലക്കാട്ടുകാരുടെ വിശ്വാസങ്ങളുടെയും സംസ്കാരത്തിന്റെയും നെടുംതൂണാണ് ഈ പുണ്യസങ്കേതം. പാലക്കാട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി ശാന്തമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പേരിന് പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട്. പണ്ട് ഒരു ഭക്തനായ ബ്രാഹ്മണൻ തന്റെ വീടിന്റെ അടുക്കളയിൽ അഥവാ മടപ്പള്ളിയിൽ ഭഗവതിയെ കുടിയിരുത്തി പൂജിച്ചിരുന്നുവത്രേ. കാലക്രമേണ മടപ്പള്ളി എന്നത് മണപ്പുള്ളി എന്നായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. അസുരനിഗ്രഹത്തിനായി ശിവന്റെ ജടയിൽ നിന്ന് അവതരിച്ച ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമായി സർവാഭരണ വിഭൂഷിതയായി വാഴുന്ന ദേവി ഭക്തർക്ക് അഭയമേകുന്ന മാതാവാണ്. ക്ഷേത്രമുറ്റത്തേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക ശാന്തി അനുഭവപ്പെടും. കേരളീയ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന ചുവരുകളും ദാരിശിലയിൽ തീർത്ത മനോഹരമായ വിഗ്രഹവും ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കും. ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും രക്ഷസും നാഗദൈവങ്ങളും ഇവിടെയുണ്ട്. ഓരോ പൂജയും വഴിപാടും കൃത്യമായ ആചാരങ്ങളോടെയാണ് ഇവിടെ നടക്കുന്നത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടുംമധുര പായസം നിവേദിക്കുമ്പോൾ ഉയരുന്ന ആ സുഗന്ധം ക്ഷേത്രപരിസരത്തെയാകെ ഭക്തിസാന്ദ്രമാക്കുന്നു. മണപ്പുള്ളിക്കാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു പാലക്കാട്ടുകാരന്റെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക മണപ്പുള്ളിക്കാവ് വേലയാണ്. കുംഭമാസത്തിലെ 3-ാം വ്യാഴാഴ്ചയാണ് ഈ മഹാമഹം നടക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ വിവിധ ദേശങ്ങളിൽ നിന്ന് ആനപ്പുറത്തെഴുന്നള്ളുന്ന ഭഗവതിമാരും ആകാശത്തെ വിസ്മയിപ്പിക്കുന്ന വെടിക്കെട്ടും ചെണ്ടമേളത്തിന്റെ വന്യമായ താളവും ചേർന്ന് നഗരത്തെ ഉത്സവലഹരിയിലാക്കുന്നു. വെളിച്ചപ്പാടൻ കുളത്തിൽ മുങ്ങി വാളെടുക്കുന്ന ചടങ്ങ് കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. നിങ്ങൾ പാലക്കാട് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇടമാണിത്. നഗരമധ്യത്തിൽ നിന്ന് എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. പുലർച്ചെയുള്ള നിർമ്മാല്യ ദർശനവും വൈകുന്നേരത്തെ ദീപാരാധനയും മനസ്സിൽ മായാത്ത അനുഭവമായിരിക്കും നൽകുക. ശാന്തമായ മനസ്സിനു വേണ്ടിയും ആത്മീയമായ ഉന്മേഷത്തിനു വേണ്ടിയും മണപ്പുള്ളിക്കാവിലേക്ക് നടത്തുന്ന ഓരോ യാത്രയും പുണ്യം തന്നെയാണ്.